ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് 2 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗവും ബൈബിൾ ലേഖനത്തിനകത്തു നിന്നുള്ള ഒരു ഭാഗവുമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ പുതിയ നിയമ വേദഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പഴയ നിയമ പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ തിരുവെഴുത്തുകൾ എന്ന് വിളിച്ചിരിക്കും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തികച്ച് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അവസാനമായി പ്രസംഗിച്ച പ്രസംഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പിന്നീട് കർത്താവ് പറഞ്ഞു 26-ാം വാക്യം, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, താൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. കാര്യസ്ഥൻ ഈ ഭൂമിയിൽ വരുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യും. അതിനകത്തെ ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലത ഉപദേശിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നതിന് ശേഷം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ മത്തായി അവറുകളിലൂടെയും മർക്കോസ് അവറുകളിലൂടെയും ലൂക്കോസ് അവറുകളിലൂടെയും യോഹന്നാൻ അവറുകളിലൂടെയും തന്നിരിക്കുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ സകലതും നിങ്ങളെ ഉപദേശിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ലേഖനങ്ങൾ. അപ്പോസ്തലന്മാരായ പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും യാക്കോബിലൂടെയും യൂദായിലൂടെയും പൗലോസ് അപ്പോസ്തലനിലൂടെയൊക്കെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ലേഖനങ്ങളെന്ന് പറയുന്നത് ആ കാര്യങ്ങളെ ഒന്നുകൂടെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, മടുത്തു പോകാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് മടുപ്പുണ്ടാകുന്നത്? നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ താമസിക്കുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും. നാം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും. കർത്താവ് പറയുന്നു, അങ്ങനെയല്ല, മടുത്തു പോകരുത്, നിങ്ങൾ പ്രാർത്ഥിക്ക്, അതിന് മറുപടിയുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മടുപ്പുണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വീണ്ടും വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് താല്പര്യം തോന്നുന്നില്ല. കാരണം നമുക്ക് മടുപ്പുണ്ടാകും.
എന്നാൽ കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ഉപദേശമായി പരിശുദ്ധാത്മാവ് വീണ്ടും പൗലോസ് അപ്പോസ്തലനോട് അറിയിച്ചിരിക്കുകയാണ്, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠാകുലരാകരുത്. ഈ ലോകത്തിൽ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഉത്കണ്ഠകൾ ഉണ്ടാകും. ഇന്ന് നമ്മൾ വിളിക്കുന്നത് ടെൻഷൻ എന്ന് പറയും. വലിയ ടെൻഷൻ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ബൈബിൾ തരുന്ന ഉറപ്പ്, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ ഉണ്ടാകണ്ട. പിന്നെ എന്തു ചെയ്യും? എല്ലാറ്റിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിലും നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ അപേക്ഷയായി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ഇതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അപേക്ഷയായിട്ട് അറിയിക്കുക, പ്രാർത്ഥനയിലൂടെ നമ്മൾ അറിയിക്കുക. എന്നാൽ ഒരു കാര്യമുണ്ട്, സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞുകൊണ്ട്. എന്തിനു നന്ദി പറയണം? നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിയ ഓരോ കാര്യങ്ങളുണ്ട്. വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വാങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കണമെന്നേ ബൈബിൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിന്ത, എത്ര സമയം പ്രാർത്ഥിക്കണം? ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കണം? ദൈവഹിതപ്രകാരമാണോ പ്രാർത്ഥിക്കേണ്ടത്? ദൈവഹിതപ്രകാരം എങ്ങനെ അറിയുവാൻ കഴിയും? ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് പലപ്പോഴും പ്രാർത്ഥിച്ച് തുടങ്ങും, പിന്നീട് നിരാശരായിത്തീരുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അതാണ് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് അവരെ പഠിപ്പിച്ച കാര്യമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് അവരെ പഠിപ്പിച്ച നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്താണെന്ന് ആ നോട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് കർത്താവ് പറയുന്നു. അതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടം തൻ്റെ അടുക്കലേക്ക് വന്നു. പുരുഷാരത്തെ കണ്ടപ്പോൾ മലയുടെ മുകളിൽ കയറി യേശു മലയുടെ മുകളിൽ ഇരുന്നു. അതിനുശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശു ക്രിസ്തു അവരോട് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത വേദഭാഗങ്ങൾ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർത്താവ് പല കാര്യങ്ങൾ പൊതുവായി പഠിപ്പിക്കുന്നുണ്ട്. ആ പൊതുവായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചും കർത്താവ് അവിടെ പൊതുവായി പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ എങ്ങനെ ഭിക്ഷ കൊടുക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായി മനുഷ്യൻ്റെ ജീവിതത്തിലെ പൊതുവായ കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും കർത്താവ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഈ വിഷയം മാത്രം പഠിപ്പിക്കുകയാണ്. അവിടെ രണ്ടിടത്തും പ്രാർത്ഥിക്കേണ്ടത് ആരോട് പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. പിന്നീട് 6 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് അവരെ പഠിപ്പിച്ചത്. ഒരു മോഡൽ പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ ചൊല്ലേണ്ടത്. അതിൽ 6 വിഷയമെന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 വിഷയം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ്. ദൈവമേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും നടക്കണമേ. ഇതാണ് ആദ്യത്തെ 3 വിഷയം. അതിനുശേഷം നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഓരോ ദിവസവും നൽകണമേ. രണ്ടാമത്, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മൂന്നാമത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. ഈ ഭാഗങ്ങളൊക്കെ പിന്നീട് നമ്മൾ വിശദമായി ചിന്തിക്കും. എന്നാൽ പ്രാർത്ഥനയിൽ എവിടം വരെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. മടുത്തു പോകാതെ കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എവിടം വരെ നമ്മൾ പ്രാർത്ഥിക്കണം? നമുക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല.
അതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അതിനുശേഷം കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് 3 സ്നേഹിതന്മാരുടെ ഒരു കഥ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ ആ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ യേശു അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ. ഒരു സാങ്കല്പിക കഥയാണ്. പറഞ്ഞാൽ ഇവിടെ 3 സ്നേഹിതന്മാർ. നമുക്ക് പഠനത്തുള്ള ബന്ധത്തിൽ നമ്മൾ സാധാരണ പ്രായോഗികമായി സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ചിന്തിച്ചാൽ ABC എന്ന 3 സ്നേഹിതന്മാർക്ക് നമുക്ക് പേര് വിളിക്കുവാൻ കഴിയും. ഒന്ന് എ എന്ന് പറയുന്നത് പഠിക്കാൻ വന്ന ആളുകളെ ചൂണ്ടി, നിങ്ങളിലൊരുത്തന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ പഠിക്കാൻ വന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ എ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ്റെ പേര് ബി എന്ന് നമുക്ക് കൊടുക്കുവാൻ കഴിയും. ഈ എ ചെന്ന് ബിയോട് പറയുകയാണ്, എൻ്റെ മറ്റൊരു സ്നേഹിതൻ സി എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ എൻ്റെ വീട്ടിൽ വന്നു രാത്രിയിൽ. അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് 3 അപ്പം വായ്പ തരണമെന്ന് അർദ്ധരാത്രിക്ക് ചെന്ന് തൻ്റെ ബി എന്ന് പറയുന്ന സ്നേഹിതനോട് പറയുകയാണ്. അതാ കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പറയുന്ന ഉടനെ അവൻ വാതിൽ തുറന്ന് മറുപടി കൊടുക്കുന്ന കാര്യമല്ല അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ അറിയേണ്ടത് മടുത്തു പോകരുതെന്ന് കർത്താവ് പറയാൻ കാരണം, നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന പല വിഷയമുണ്ട്. ചിലത് ലഭിച്ചില്ലെന്ന് വരും. 3-4 തടസ്സങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അകത്തുനിന്ന് പറയുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും. അപ്പോൾ അകത്തെ ഉത്തരം, എന്നെ പ്രയാസപ്പെടുത്തരുത്, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, വാതിലടച്ചു, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചു പോകുകയാണെങ്കിൽ ഇവന് മറുപടി ലഭിക്കുകയില്ല. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ്സാണ്, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. അകത്തും തടസ്സം പറഞ്ഞപ്പോൾ നിർത്തിയില്ല. അവൻ വീണ്ടും വീണ്ടും മുട്ടി, 3 അപ്പം വായ്പ തരണം, എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞ് അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു എന്ന് കർത്താവ് പറയുന്നു. എന്തുകൊണ്ടാണ് അവൻ ലജ്ജ കൂടാതെ മുട്ടിയത്? കാരണം അതിനകത്തിരിക്കുന്നത് അവൻ്റെ സ്നേഹിതനാണെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. ഇതാണ് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പല സ്ഥലങ്ങളിലും പുതിയതായി ആളുകൾ വന്ന് താമസിക്കാറുണ്ട്. അപരിചിതരായ അനേകർ ചുറ്റുപാടുമുണ്ട്. നമുക്ക് അർദ്ധരാത്രിക്ക് പെട്ടെന്നൊരാവശ്യമുണ്ടായി, കുറേ പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഭാര്യയ്ക്ക് സുഖമില്ല, അല്ല മക്കൾക്ക് സുഖമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, അടിയന്തരമായൊരാവശ്യമുണ്ടായി. അടുത്ത വീടുകളിൽ ചെന്ന്, വേണ്ട പരിചയമില്ലാത്തൊരു വീട്ടിൽ ചെന്ന് നമ്മൾ മുട്ടി. അകത്തുനിന്ന് ചോദിക്കുന്നു, എന്താ, എനിക്കൊരു 3000 രൂപ വായ്പ തരണമെന്ന് പറയുമ്പോൾ അകത്ത് കിടക്കുന്ന ആൾ പറയുക, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്, എനിക്ക് എഴുന്നേൽക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ പറയുന്നു, എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്, രാവിലെ എഴുന്നേറ്റ് പോകണം, പ്ലീസ് എന്നെ ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ, നമ്മൾ പരിചയമില്ലാത്ത വീടുകളാണെങ്കിൽ വീണ്ടും മുട്ടുകയില്ല. കാരണം വീണ്ടും മുട്ടിയാൽ പ്രത്യാഘാതം നമുക്കറിയാം. എന്നാൽ അകത്ത് കിടക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണെങ്കിൽ, അകത്ത് ആ വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്തയാളാണെങ്കിൽ, നമ്മൾ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കും. കാരണം നമുക്കൊരുറപ്പുണ്ട്, അതെൻ്റെ സ്നേഹിതനാണ്. ഇതാ കർത്താവ് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ ബന്ധമാണ് വലുതായി നിൽക്കുന്നത്. അങ്ങനെ അവൻ മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ എഴുന്നേറ്റു. അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ പറയുന്നു. അതാ കർത്താവ് പറയുന്നത്. നോക്കുക, പ്രാർത്ഥനയിലേക്ക് ക്ലാസ്സാണ്, ഒരു സാങ്കല്പിക കഥയിലൂടെ അവരെ മനസ്സിലാക്കിയാണ്. അത് ശേഷം കർത്താവ് പറയുകയാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ തടസ്സങ്ങൾ കണ്ട് പ്രാർത്ഥന നിർത്തിയാൽ മറുപടി ലഭിക്കുകയില്ല. എന്നാൽ തടസ്സങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. കർത്താവ് 3 കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥന നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും യാചനയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മൾ യാചിക്കുന്നു, യാചിച്ചു,
കിട്ടിയില്ല, നമ്മൾ മടുത്തു പോകുകയാണ്. എന്നാൽ യാചന മാത്രമല്ല കർത്താവ് പറഞ്ഞത്, യാചിക്കുന്ന കാര്യങ്ങൾ ചില വിഷയങ്ങൾ കിട്ടിയെന്നിരിക്കും. എന്നാൽ കിട്ടാത്ത വിഷയങ്ങൾ പ്രാർത്ഥനയിൽ നമ്മൾ അന്വേഷിക്കണം. പ്രാർത്ഥനയോട് നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ ചില വിഷയങ്ങൾ പ്രാർത്ഥന അന്വേഷിച്ചാലും കണ്ടെത്തിയെന്ന് വരികയില്ല. അവിടെ പ്രാർത്ഥന നിർത്തരുത്, മുട്ടിക്കൊണ്ടിരിക്കണം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. പലപ്പോഴും സാമൂഹികമായ ആളുകൾ തെറ്റായി ധരിച്ചിരിക്കുന്ന ചില ചിന്തകളുണ്ട്. ദൈവത്തോട് പിടിച്ചു മേടിക്കുകയാണോ, ബുദ്ധിമുട്ടിക്കുകയാണോ, ഇങ്ങനെയുള്ള ചിന്താഗതികൾ പൊതുവിൽ വന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനാണ്. എന്നാൽ യേശുക്രിസ്തു പറയുന്നത്, നമ്മളൊരാവശ്യം ദൈവത്തോട് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ലഭിക്കുവോളം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മുട്ടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ യാചിക്കുക എന്നൊരു ഭാഗം, യാചിക്കുന്ന വിഷയത്തിന് പെട്ടെന്ന് മറുപടി ലഭിച്ചെന്നിരിക്കും. വിശുദ്ധ ബൈബിളിൽ എലിയാവ് എന്ന് പറയുന്ന വലിയൊരു പ്രവാചകനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാർ 1-ാം പുസ്തകം 17, 18, 19 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നമുക്ക് കാണുവാൻ കഴിയും. 18-ാം അധ്യായത്തിൽ യാഗപീഠം പണിത് സ്വർഗ്ഗം തീയിറക്കുവാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ഉടനെ തീയിറങ്ങി. നോക്കുക, യാചിപ്പീൻ കിട്ടും, ഉടനെ തീയിറങ്ങി. എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞ് അതേ ദൈവദാസൻ വീണ്ടും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അപ്പോൾ മഴയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. മുഴങ്കാലുകളിലെ തല വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. തൻ്റെ ബാല്യക്കാരനെ വിളിച്ചു പറഞ്ഞു, 3.5 വർഷമായി മഴ പെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നീ ചെന്ന് നോക്ക്, പർവ്വതത്തിന് മുകളിൽ ചെന്ന് നോക്ക്, മഴയുടെ ലക്ഷണമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അവനൊരു പ്രാവശ്യം പോയി നോക്കിയിട്ട് വന്നു, ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥന നിർത്തിയില്ല. വീണ്ടും അവൻ പ്രാർത്ഥനയിലൂടെ അന്വേഷിച്ചു. 2-ാം പ്രാവശ്യവും അന്വേഷിച്ചു, കണ്ടില്ല, നിർത്തിയില്ല. അങ്ങനെ 7-ാം പ്രാവശ്യം ബാല്യക്കാരൻ വന്ന് പറയുകയാണ്, ഒരു കൈയുടെ വലിപ്പത്തിലുള്ള മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ആഹാബ് രാജാവിനോട് നീ ചെന്ന് പറ, മഴ നിന്നെ തടയാതിരിപ്പാൻ വേഗം പോകുക. പറഞ്ഞ ക്ഷണത്തിൽ ആകാശം കറുത്ത് വലിയ കാറ്റടിച്ച് വൻമഴ പെയ്തു. നോക്കുക, പ്രാർത്ഥന യാചിച്ചാൽ കിട്ടുന്ന കാര്യമുണ്ട്. തീയിറക്കിയത് യാചിച്ചപ്പോഴാണ്. എന്നാൽ വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്. പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്ക്, മറുപടിയുണ്ട്. മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തുറക്കപ്പെടുകയാണ്. നീ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാണ്, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മളെ കൺഫ്യൂഷനാക്കുന്നൊരു വിഷയം, ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്തില്ലെങ്കിൽ എങ്ങനെ മറുപടി ലഭിക്കും? എന്നാൽ മാന്യ സ്നേഹിത, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. ദൈവഹിതപ്രകാരം ദൈവത്തോട് ചോദിക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. തെറ്റായ ധാരണയുണ്ടെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ നിന്ന് നിങ്ങൾ മാറ്റിക്കളയണം. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അക്കാര്യം വളരെ വിശദമായി പറയുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 26 വാക്യങ്ങൾ, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് വേണ്ടും പോലെ ദൈവഹിതം അറിഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിവില്ല എന്നുള്ള ഒരു ബലഹീനത നമുക്കുണ്ട്. ആ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അടുത്തത്, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, റോമിലെ വിശ്വാസികളെ നിങ്ങൾ അറിയുന്നില്ല എന്നല്ല, നാം അറിയുന്നില്ല. ആരാണ് പൗലോസ് അപ്പോസ്തലൻ?
ഈ എഴുത്ത്, ഈ ലേഖനം താൻ എഴുതുന്നത് തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ യവനദേശത്ത് അഥവാ കൊരിന്തിലിരിക്കുമ്പോൾ എഴുതിയ ഒരു കത്താണ്. അതിനു മുമ്പ് മൂന്നാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം എഫെസോസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എഫെസോസിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് ഒരെഴുത്തെഴുതി. ആദ്യത്തെ എഴുത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എഫെസോസിൽ എനിക്ക് വലുതും വിശാലമായി വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അപ്പോൾ എഫെസോസിൽ താനായിരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചാണ് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുന്ന ദൈവദാസനാണെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല. അതിനുശേഷം അദ്ദേഹം മിഷണറി യാത്ര കഴിഞ്ഞ് വീണ്ടും കൊരിന്ത്യ സഭയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് താൻ ഫിലിപ്പിയിൽ വന്ന് താൻ ചെല്ലുന്നതിന് മുമ്പ് 2-ാമത്തെ ലേഖനം എഴുതി കൊടുത്തു വിട്ടു. ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നു, ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ അറിയാം, ആ മനുഷ്യൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അത് തന്നെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത്, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കണതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതൻ്റെ കയ്യിൽ ശൂലം കൊടുത്തിരിക്കുന്നു. നോക്കുക, വെളിപ്പാടുകളെ ആധിക്യമുള്ള ദൈവദാസൻ, 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ട ദൈവദാസൻ. അദ്ദേഹം പറയുന്നു, നാം അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹവും അറിയുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവഹിതം അറിയുവാൻ കഴിയുള്ളൂ. അതിന് കൊരിന്ത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ ആർ അറിയും, അതുകൊണ്ടതിനെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ദൈവഹിതം അറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയയില്ല. പിന്നെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം? ഒന്നിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠാകുലരാകാതെ എല്ലാം ദൈവത്തെ അറിയിക്കുക. എത്ര വേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ ദൈവത്തെ അറിയിക്കുക. ദൈവത്തെ അറിയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരം എങ്ങനെയാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃകാ പ്രാർത്ഥന, ഗെത്സമനത്തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, തൻ്റെ ആവശ്യം അറിയിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നാലൊരു കണ്ടീഷനുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. ഇതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യം മുഴുവൻ ദൈവത്തെ അറിയിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും ബെസ്റ്റ് തരും. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ, നന്മ എത്രയധികം തരും. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പോലെയല്ല, എത്രയധികം തരുമെന്നാണ് കർത്താവ് പറയുന്നത്. അതിന് കർത്താവ് പറയുന്നു, മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യം അറിയിച്ചിട്ട് ദൈവം തരാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചാൽ ഏറ്റവും ബെസ്റ്റ് തരും. ബെസ്റ്റ് എന്ന് പറയുന്നത് പൗലോസ്ലീഹ എഫെസോസിലെ വിശ്വാസികൾ കത്തെഴുതും പറയുന്നു, 3-ാം അധ്യായം 20-21 വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യം ദൈവത്തോട് അറിയിച്ചിട്ട് ദൈവഹിതപ്രകാരമുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ദൈവം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥന നിർത്തിയെങ്കിൽ ഇന്ന് വീണ്ടും പ്രാർത്ഥന ആരംഭിക്കുക. ഏറ്റവും ബെസ്റ്റ് ദൈവം തരും, ഏറ്റവും ബെസ്റ്റ് മറുപടി തരും. രോഗം സൗഖ്യമാകുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, ശാസ്ത്രീയമായി പറഞ്ഞിരിക്കുന്നത് സത്യമായിരിക്കും. എന്നാൽ ദൈവത്തിന് അതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രാർത്ഥന ആരംഭിക്കുമെന്ന് തീരുമാനിക്കാമോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം നമ്മൾ കണ്ടടയ്ക്കാം. ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ വചനം കേട്ട്
ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പല പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കാഞ്ഞതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിരാശയിലായിരിക്കുന്നവരുണ്ട്. എന്നാൽ അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി, മറുപടിയുടെ ശക്തി, അത്ഭുതത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായ